അനീഷ് കാവാലത്തിന്റെ ഒരൊറ്റ പ്രസംഗത്തിന് 10,000 പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കർണരസമാകുമാർ. കർണരസം കേൾക്കുന്നവർക്ക് ചിരിക്കാം. എന്തൊക്കെയാണ് പറയുന്നത്? അപ്പൊ അങ്ങനെ ലൈക്ക്. അതൊന്നും പ്രയോജനമുള്ളതല്ല, ദൈവത്തിന് പ്രസാദമുള്ളതല്ല. ദൈവത്തിന് പ്രസാദമുണ്ടാകണമെന്നുണ്ടെങ്കിൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അപ്പൊ നോക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവനെ ഞങ്ങൾ അറിയിക്കുന്നത് ഏതു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്, ഏതു മനുഷ്യനെ പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോട് സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യും. സ്തോത്രം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചേക്കണ്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുകയാണ്. അവനെ, ആരെ? ക്രിസ്തുവിനെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. ഏതു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക, അല്ലാതെ ലോകക്കാരനാക്കിയില്ല, ലോകപരമായി പോവുകയില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ സഭകളില് ഇന്ന് ഈ പാസ്റ്റർമാർ ശുശ്രൂഷിക്കുന്ന അവരുടെ സഭകളിൽ ഒരു സുവിശേഷനെ കാണിച്ചു തരാൻ പറ്റുമോ? ശരിക്കുള്ളൊരു സുവിശേഷനെ കാണിച്ചു തരാൻ പറ്റുമോ? ട്രാക്ട് കൊടുക്കുന്നവരെ കാണിക്കാൻ പറ്റും. ശരിക്കുള്ളൊരു സുവിശേഷനെ കാണിക്കാൻ പറ്റുമോ? ആ സുവിശേഷകൻ പോയാൽ ഒരു പട്ടണത്തിൽ ചെന്നാൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്നാൽ ഒരു വ്യക്തമായിട്ട് പറഞ്ഞാൽ ആ വീടിന് സമാധാനം പറയുന്ന ഒരു ശുശ്രൂഷനെ കാണിക്കാൻ പറ്റുമോ? ആ പട്ടണത്തിന് സമാധാനം പറയുന്ന ഒരു ശുശ്രൂഷനെ കാണിക്കാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞു തെരിക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. ഇന്ന് തെരിക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകന്മാരെ കാണാനുള്ളത് അനുസരണക്കേടാണ് മുഴുവൻ. കർത്താവിന് യോഗ്യമായ രീതിയിലല്ല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു പൗലോസ് പറഞ്ഞത് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. സ്തോത്രം. ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞതുപോലെ മാതൃകാപരമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ, വലിയ വലിയ ശുശ്രൂഷകന്മാർ ഉണ്ടല്ലോ, വലിയ വലിയ മെഗാ ശുശ്രൂഷന്മാരുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ക്രിസ്തുവിൽ തികഞ്ഞ ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ എന്ത് ശുശ്രൂഷ നടക്കുന്നത്? അവിടെ വ്യക്തമായി പറയുന്നുണ്ട് 29-ാമത്തെ വാക്യം. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം